ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. ഇത് നമുക്ക് അയച്ചു തന്നത് നമ്മുടെ ഉമ്മുകുൽസാണ്. ഉമ്മുകുൽസ് ഇത് അയച്ചു തന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മിറക്കളാണ്. നമ്മുടെ അക്ബർ ഓഷ്യനോഗ്രഫി കൊണ്ട് വന്നപ്പോൾ എനിക്കുണ്ടായ അതേ ഒരു ചേതവികാരം. അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഞാൻ കേട്ടിട്ട് ഉമ്മുകുൽസ് തിരിച്ച് മതത്തിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് ഞാൻ കുറേ വിക്കി ഇസ്ലാമിൻ്റെ ഒക്കെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു. പക്ഷെ ഇതുമായി ബന്ധമില്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറേ അന്വേഷിച്ച് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മിറക്കൾ കൂടി കണ്ടെത്തിയത്. ഇത് മുമ്പ് ആരിഫ് കേട്ടിട്ടുണ്ടോ? ഏതാണ്? എനിക്ക് മനസ്സിലായില്ല, കാണുന്നില്ല. അതായത് 1400 വർഷം മുമ്പ് ഈ ബ്ലഡിൽ നിന്നാണ് പാലുണ്ടാവുന്നത്. അതായത് രക്തത്തിന്റെയും ചാണകത്തിന്റെ ഇടയിൽ കൂടിയാണ് പാല് വരുന്നത്, അങ്ങനെയാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പാവം ഇദ്ദേഹം ഇതൊക്കെ വെളുപ്പിച്ചു. പക്ഷെ മൂപ്പര് ആയത്ത് കൊടുത്തപ്പോൾ എല്ലാം ചീറ്റിപ്പോയി. ആയത്ത് അതുപോലെ അങ്ങ് കൊടുത്തു. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്ന വിഷയം. അപ്പോൾ ദിസ് പാർട്ട് ഓഫ് ദ വീഡിയോ ഇസ് ഡെഡിക്കേറ്റഡ് സ്പോൺസർഡ് ആൻഡ് ഡെഡിക്കേറ്റഡ്. അതെ, ഓക്കെ. അപ്പോൾ ഈ കാര്യം 16-ാം അധ്യായത്തിലെ 66-ാമത്തെ വചനമാണ്. അപ്പോൾ ആരിഫ് ഇതൊന്ന് തൽക്കാലം വായിച്ചോളൂ, എന്നിട്ട് ഞാൻ വിശദീകരണം പറയാം, എന്നിട്ട് നമുക്ക് ഓഡിയൻസ്. ഓക്കെ, ഒന്ന് വലുതാക്കിയിട്ട് വായിക്കാം. യെസ്, ഇവിടുത്തെ പ്രശ്നമല്ലേ. അപ്പോൾ ശരി, കാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിൽ നിന്ന് കാഷ്ടത്തിനും രക്തത്തിനുമിടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഗന്ധമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നാം നൽകുന്നു. നിശ്ചയമായും കന്നുകാലികളിലും നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി രണ്ട് പ്രധാനപ്പെട്ട പരിഭാഷകളാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. കാരക്കുന്നിളയവരും അബ്ദുൽ ഹമീദ് പറയും. ഇത് ഖുറാൻബി.com ഞാൻ എടുത്തത്. ഞാൻ എമുക്കളുടെ വെബ്സൈറ്റ് ഒന്നല്ല. ഇനിയിപ്പോൾ അറബിയുടെ എന്തൊക്കെ കണ്ടിട്ട് എമുക്കളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇവർ അങ്ങനെയൊക്കെ പറയും. ഇവരുടെ സ്വഭാവമൊക്കെ എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ല. പോട്ടെ, എന്തായാലും ഇനി അടുത്തത് ഇതേ കാര്യം തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞൊന്ന് വായിച്ചോളൂ. ഇദ്ദേഹത്തിന്റെ ചാനലിലാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഹാരിസ് മഞ്ചേരി എന്നാണ്. ഇനി പരിചയപ്പെടാനുള്ളവർ പരിചയപ്പെട്ടോളൂ. കൂടുതൽ ഇതേപോലത്തെ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും ഇത് കണ്ടോളൂ, ഇതൊന്ന് വായിച്ചോളൂ. ഓക്കെ. And indeed for you in grazing livestock is a lesson. We give you drink from what is in their bellies, from between excretion and blood, pure milk, palatable to the drinkers. അപ്പോൾ ഇത് ഭക്ഷണം. ഈ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മിറക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 വർഷം മുമ്പ് ഈ ബ്ലഡിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ടാണ് പാലുണ്ടാകുന്നത് എന്നുള്ള മിറക്കിൾ മനുഷ്യൻ കണ്ടെത്തുന്നതിന് ഒരുപാട് സമയം എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ശാസ്ത്രജ്ഞർ ഈ പാലുൽപാദനത്തിൻ്റെ പ്രക്രിയ വിശദീകരിക്കാൻ ഒരുപാട് സമയമെടുത്തു. അത് നമ്മുടെ മുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവകാശവാദം. എന്നാൽ ഈ വചനത്തിൽ പറയുന്നതും ഇവർ പറയുന്നത് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇവർ പറയുന്നത് ആകെ ഈ വചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണത്? ചാണകവും മാറ്റിയിട്ടുണ്ട്, ഉദരവും മാറ്റിയിട്ടുണ്ട്. ഉദരം അഥവാ ആമാശയം എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചാൽ തന്നെ അതും ഇവർ മാറ്റിയിട്ട് ഇവർ ഈ അകിടിലുണ്ടാവുന്ന ഈ പറയുന്ന പാല് എന്ന കാര്യം, ഈ അകിടിൽ എങ്ങനെയാണ് പാലുണ്ടാവുന്നതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ ഡോക്ടറിന്? ഐഡിയയിൽ പറയണ്ട, കുഴപ്പമില്ല, ഞാൻ ഗൂഗിൾ ഗൂഗിൾ എടുക്കാം. അല്ല, പെട്ടെന്ന് ഓർത്തൊന്നും എടുത്തോട്ടെ, ഒന്ന് അഗ്രിഗേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അതായത് നമ്മളുടെ ലാക്ടേഷൻ, അതിനൊരു ഹോർമോണൽ പാത്വേ ഉണ്ട്. പിന്നെ അതിന് മാമറി ഗ്ലാൻഡ്സ് ഉണ്ട്. അപ്പോൾ ആ മാമറി ഗ്ലാൻഡിൽ നിന്നാണ് ഈ നമ്മളുടെ പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബയോകെമിക്കൽ പാത്വേ ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. അതെ, ഇപ്പോൾ മാമറി ഗ്ലാൻഡിലാണ് ശരിക്കും പാല് ഉണ്ടാവുന്നത്. ഇവിടെ ഈ വേദപുസ്തകത്തിലെ വചനത്തിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് ഒന്നും കൂടി നോക്കുക. കാഷ്ടത്തിനും രക്തത്തിനും ഇടയിൽ എവിടെ? ഉദരങ്ങളിൽ നിന്ന്. ഉദരങ്ങളിലാണോ? ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഡോക്ടർ ആയിരുന്നു എന്ന നിലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉദരങ്ങളിലാണോ ഈ പാലുണ്ടാവുന്നത്, അതോ മാമറി ഗ്ലാൻഡ്സിൽ നിന്ന് മാത്രം? മാമറി ഗ്ലാൻഡിൽ. അതെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കറക്റ്റ് ഉത്തരം 1000 രൂപ. ഓക്കെ. എന്തായാലും ഈ പറയുന്ന വചനത്തിലെ ഒരു ഭാഗം അവർ മാറ്റിവെച്ച് കാഷ്ടം എന്ന് പറഞ്ഞതും ഉദരത്തിനാണ് ഇത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇതൊരു മിറക്കിളായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്താണ് മിറക്കിൾ? ഈ ബ്ലഡിലുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ടാണ് പാലുണ്ടാവുന്നതാണ് മിറക്കിൾ. അപ്പോൾ എന്താ പറയുക, ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് എടുത്ത് ഡീബങ്ക് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഇതിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ആ വചനത്തിൽ തന്നെ പറയുന്ന കാര്യം തന്നെ വ്യത്യാസമുള്ള കാര്യമാണ്. സംബന്ധം മുത്ത് വിചാരിച്ചു ഈ പറയുന്ന പശു ചാണകം ഇടുന്നുണ്ട്, പശു പാല് തരുന്നുണ്ട്, പിന്നെ പശുവിനെ വെട്ടി നമ്മൾ ബീഫ് കറി ആയി കഴിഞ്ഞാൽ അത് ചോരയും വരുന്നുണ്ട്. അപ്പോൾ മൂപ്പരങ്ങ് വിചാരിച്ചു ഇതൊക്കെ ഇതിൻ്റെ വയറ്റിനകത്തുള്ള സംഭവങ്ങളാണ് എന്ന്. അപ്പോൾ ഈ വയറ്റിനകത്ത് ഈ പറയുന്ന ചോരയും ചാണകവും പാലും ഒക്കെ ഒരുമിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ വെവ്വേറെ ആക്കിയ ആ പടച്ചവൻ എത്ര മഹാൻ. ഇതാണ് സംഭവം.
പക്ഷെ ഈ പറയുന്ന മിറക്കിളിന്റെ കാര്യത്തിൽ ഇവർ ഇത് ശാസ്ത്രവുമായിട്ട് ഒട്ടിക്കാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ് ചാണകം ഒഴിവാക്കി, കോട്ടിമാറ്റാന്ന് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയും, ചാണകം ഒഴിവാക്കി, ഉദര ഒഴിവാക്കി, മാമറി ഗ്ലാൻസും പിന്നെ ഹാർവിയും, അതായത് രക്തചംക്രമണം കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരൊക്കെ അതങ്ങനെയാണല്ലോ, ഗൂഗിൾ അടിച്ച് നോക്കും രക്തചംക്രമണം കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര്, ബ്ലഡും മിൽക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നിട്ട് ഒക്കെ വെച്ചങ്ങ് ഒട്ടിച്ചിട്ട് മറ്റേ ഓശനെ കുറിച്ച് അരക്കിയ പോലെ അങ്ങ് അലക്കും. നമുക്കൊരു ചിത്രം കാണാം എങ്ങനെയാണ് ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പശുവിനെ എടുക്കുമ്പോൾ പശുവോ അല്ലെങ്കിൽ ഇതേപോലെ എരുമയോ അല്ലെങ്കിൽ ഒട്ടകമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ അകിട് നിൽക്കുന്ന ഭാഗം അത് വെച്ചിട്ടാണ് ഒരു വിഷ്വലി ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഈ സംഭവം. അല്ലാതെ ഇതിനകത്ത് അനാറ്റമി മനസ്സിലാക്കിയിട്ടുള്ളതല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ പശുവിൻ്റെ ഉള്ളിൽ ഈ മാമറി ഗ്ലാൻഡ് ഇരിക്കുന്നതെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചിത്രം നമുക്കൊന്ന് കാണാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാനിവിടെ എടുക്കട്ടെ ഒരു സെക്കൻഡ്. അല്ല, ഇനി ഇത് മാത്രമല്ല, ഇവർ രക്തവും പാലും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ ഈ വേറെ കുറേ എലമെന്റ്സ് അല്ലെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ ഈ മിൽക്ക് രക്തത്തിന്റെ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്, വേറെ കുറേ ഇതേപോലത്തെ പലതും പദാർത്ഥങ്ങൾ. അപ്പൊ ഇതൊന്നും പറഞ്ഞാൽ ബിലിറൂബിൻ പോലെയുള്ള സാധനങ്ങളും മറ്റു കുറേ സാധനങ്ങൾ രക്തത്തിൽ നിന്ന് വരുന്ന, അതായത് അതിന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ, അതെന്താ പറയുക? അതെ, ഇപ്പൊ മനുഷ്യന്റെ മാമറി ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നത്? നെഞ്ചത്താണ്. ഈ പശുവിൻ്റെത് ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇത് വയറുമായിട്ട് എന്താ കണക്ഷൻ ഉള്ളൂ? ഒരു കണക്ഷനും ഇല്ല. ഇതിൻ്റെ ഈ റൂമൻ അതല്ലെങ്കിൽ പശുവിൻ്റെ ആ ഒരു നമ്മളുടെ വയറുമായി കണക്ട് ചെയ്തിട്ടുള്ള ആ ഇൻഡസ്ട്രിയൽ ആ സിസ്റ്റം അതുമായി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്താണ് ഈ സംഭവം ഇരിക്കുന്നത്. അതായത് പശുവിൻ്റെ ഇൻഗ്വൈനൽ കനാൽ ആ ഒരു ഏരിയ, അവിടെയാണ് ഈ സംഗതി ഇരിക്കുന്നത്, റിബ് കേജിൻ്റെ പുറത്ത്. നമ്മുടെ അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്, റിബ് കേജിൻ്റെ പുറത്താണ് ആ സംഗതി ഇരിക്കുന്നത്. അത് ഹോർമോണൽ ആക്ഷൻസ് കൊണ്ട് അതിൻ്റെ പ്രായമാകുമ്പോൾ അത് വലുതാവുന്നു, അതിൽ കൂടെ മാമറി ഗ്ലാൻഡിൽ അതിൻ്റെ ഫംഗ്ഷൻ വരുന്നു, ഹോർമോണൽ ഇൻഫ്ലുവൻസ് വരുന്നു. ഇതാണ്. ഇനി ആണുങ്ങൾക്കും ഇത് ഉണ്ടാവാറുണ്ട്, അതാണ് രസം. അതെപ്പോഴാണ് നമ്മൾ പറയും, ഇപ്പോൾ പിറ്റ്യൂട്ടറി ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ക്യാൻസേഴ്സ് വരുമ്പോൾ ആ ഹോർമോൺ ഇംബാലൻസ് വരും. അപ്പോൾ പുരുഷനും ഈ പറയുന്ന മിൽക്ക് സെക്രീഷൻ വരും. അപ്പോൾ മിൽക്ക് സെക്രീഷൻ വരുന്ന പുരുഷൻ അത് കാണുമ്പോൾ അത് നമ്മൾ ആ ക്യാൻസറിൻ്റെ ഒരു സൈനായിട്ടാണ് അത് പറയാറ് പോലും. ഇതാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ ഈ സാധനം ഇരിക്കുന്നത്, വയറിവിടെ ഇരിക്കുന്നു, ചാണകം ഇതിലേ പോകുന്നു പുറത്തു കൂടെ. പക്ഷേ അതിന് താഴെയാണ് ഈ സാധനം ഇരിക്കുന്നത്. ഈ സാധനം ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇതാണ് ഇതിൽ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം. ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് ഈ പറയുന്ന ഇതിനകത്ത് വേറൊരു ശുദ്ധമായ പാലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ പാലാണോ ശരിക്കും പശുവിന് വരുന്നത്? ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഡോക്ടർമാർ എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് വല്ല ഫ്രഷ് മിൽക്ക് ഉണ്ടാവും? പിന്നെ തീർച്ചയായിട്ടും ഫ്രഷ് മിൽക്ക് ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഓക്കെ, അത് ഹ്യൂമൻ ഫ്രഷ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇപ്പോൾ നമ്മൾ മിൽമ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ബ്രാൻഡ് നമ്മൾ വാങ്ങിക്കും, ഗുഡ് ലൈഫ് അത് ഇതെന്നൊക്കെ പറയും. അവർ എന്താ ചെയ്യുന്നത്? അവർ ഹോമോജനൈസ് ചെയ്യുന്നു. അതിനോടൊപ്പം അവർ ആദ്യം ചെയ്യുന്നത് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നൊരു സാധനമാണ് അവർ ചെയ്യുന്നത്. അതായത് പാസ്ചറൈസേഷൻ്റെ പ്രത്യേകത വെറുതെ തിളപ്പിക്കലല്ല, പെട്ടെന്ന് 70-72 ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് സഡൻ കൂളിംഗ്. ആ ഒരു പ്രോസസ്സിൽ പെട്ടെന്ന് കൂട്ടുകയും പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ അതുപോലുള്ള സാധനങ്ങൾ പെട്ടെന്ന് അതിനകത്ത് ഇല്ലാതെയാവും. ഇതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പാസ്ചറൈസേഷൻ ഒരു ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. ഓക്കെ, ചെയ്യുന്നത് പാസ്ചറൈസ്ഡ് ആണ്. ഈ കണ്ടുപിടുത്തത്തിനാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യത്തെ നോബൽ പ്രൈസും പോലും കിട്ടുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ ആ സംഗതിക്ക് ഒന്ന് തപ്പി നോക്കിക്കോ. അപ്പോൾ പാസ്ചറൈസേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് പലത് വരും. ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ പശുവിൻ്റെ പാല് കുടിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ക്ഷയരോഗമാണ്, ട്യൂബർക്ലോസിസ്, ബൊവൈൻ ട്യൂബർക്ലോസിസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പച്ചപ്പാൽ കുടിക്കുമ്പോൾ കഴിയുന്നതും മിൽമ അല്ലെങ്കിൽ അതുപോലെയുള്ള പാസ്ചറൈസ്ഡ് മിൽക്ക് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, ഓക്കെ. നോബൽ പ്രൈസ് അല്ല, അതായത് ലൂയി പാസ്റ്റർ, ഇതാണ് പുള്ളിയാണിത് കണ്ടെത്തിയത്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഇതാണ് അതിൻ്റെ പ്രധാന ഘടകമായിട്ട് വരുന്നത്. കാരണം ഈ ഒരു സംഗതി വരുന്നതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയുന്നൊരു സംഭവമാണിത്. ഓക്കെ, പക്ഷേ പാസ്ചറൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സാധനം കൂടി ഉണ്ട്, നമുക്ക് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
ലൂയി പാസ്റ്റർ മറ്റേ ആദ്യത്തെ മറ്റേ റേബീസ് അല്ലല്ല, ലൂയി പാസ്റ്ററാണ് ഈ സംഗതി കണ്ടെത്തുന്നത്. അതായത് ഈ പാസ്റ്ററൈസേഷൻ, ഈ ഒരു മൈക്രോബയോളജിയിൽ ഈ സംഭവം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഐഡിയ കണ്ട് എത്തുന്നത്. അതായത് 1864 ഇൻവെൻഷൻ ഓഫ് ദ പാസ്റ്ററൈസേഷൻ പ്രോസസ്. ഫുഡ് സേഫ്റ്റിയിലെ ഒരു റെവല്യൂഷനൈസിങ് ഒരു സാധനമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു, ശുദ്ധമായ പാല് എന്നൊക്കെ ദൈവം പറഞ്ഞത് ദൈവത്തോട് പോയിട്ട് പാസ്റ്ററൈസ്ഡ് അല്ലാത്ത മിൽക്ക് കഴിച്ചിട്ട് പറയാൻ പറ. മിൽക്ക് കഴിക്കാത്തവർ മൂർച്ചിക്കട്ടെ. അല്ലെങ്കിൽ പോട്ടെ, ഈ മലപ്പുറത്തെ കാക്കന്മാരെ മൊത്തം മഞ്ചേരിയാണല്ലോ ഇയാൾ. ചായ തിളപ്പിച്ചിട്ടല്ലേ കുടിക്കുന്നത്? എന്തിനാണ് ഇത്ര ശുദ്ധമായ പാല് തിളപ്പിച്ച് കുടിക്കുന്നത്? ജസ്റ്റ് കുറച്ച് കൂടെയൊക്കെ പോരെ. ഇതിങ്ങനെ പത വരാൻ കാത്തിരിക്കുന്നതിനാ. അപ്പോൾ ജസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ പോലും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇതുപോലെ എടുത്ത് മതത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾക്ക് ലൈക്കും ഷെയറൊക്കെ കിട്ടും. എന്നാലും ഇത് ഒരു കോമാളിത്തരമാണ്. സയൻസ് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നുണ്ട്. ഒരുപാട് ന്യൂവാൻസൊക്കെ ഉള്ള കാര്യമാണ്. പിന്നെ ഈ വചനത്തിൽ ഈ ഒന്നാലോചിച്ച് നോക്കിയേ, ഇവർക്ക് വാലിഡേഷൻ വേണമെങ്കിൽ സയൻസിലേക്ക് പോകണം. എന്തായാലേ പറയുമ്പോൾ സയൻസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, സയൻസ് മാറിക്കൊണ്ടിരിക്കും, ഭൂമി പരന്നോളും എന്നൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കുളപ്പുള്ളി അപ്പനെ തന്നെ വന്ന് കാണണം. അതാണ് പോട്ടെ. അടുത്ത് ഈ പറയുന്ന ഇതിൻ്റെ തഫ്സീറിലും കൊടുത്തിട്ടുള്ളത്, വി ഹാവ് മേഡ് എ ഡ്രിങ്ക് ഫോർ യു ഔട്ട് ഓഫ് വാട്ട് ഈസ് ഇൻ ഇറ്റ്സ് ബെല്ലി. മാമറി ഗ്ലാൻസ് അല്ല, ശ്രദ്ധിക്കാം. വീണ്ടും നിങ്ങൾ കോട്ടി മാട്ടുമ്പോൾ കുറഞ്ഞ പക്ഷം, ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് വീണ്ടും പറയുന്നു, അടുത്ത തവണ കോട്ടി മാട്ടുമ്പോൾ ആയത്ത് മാറ്റാൻ മറക്കരുത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഇൻ ദെയർ ബെല്ലീസ് എന്ന്. ഇത് മാറ്റിയിട്ട് ഓക്കെ, ഇതിന് വേറൊരു വ്യാഖ്യാനം അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാണകം എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ഇപ്പോൾ എന്താണ് പറയുന്നത് അറിയോ? ഡൈജസ്റ്റഡ് ഫുഡ് എന്ന്. ചാണകം ഡൈജസ്റ്റഡ് ഫുഡാണോ? ഡൈജസ്റ്റഡ് ഫുഡ് എങ്ങോട്ടാ പോകുന്നത്? എന്താ ചെയ്യാ? പോട്ടെ. ഉമ്മുകുൽസു എത്തിച്ചൊരു വീഡിയോ ഇതിനെ കുറിച്ച്. അതെ, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ മിറക്കിൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എം എം അക്ബറൊക്കെ ഒന്ന് ഫീൽഡ് ഔട്ട് ആയതുകൊണ്ടേ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്യാമാണ് മിറക്കിൾ. അപ്പോൾ ഇത് പറഞ്ഞ പൊളിയെന്നറിയാം, അതുകൊണ്ടായിരിക്കും ഇത് പറയാത്തത്. അതെ, മൂപ്പര് ഒരു മിറക്കിൾ പറഞ്ഞതിന്റെ അവസ്ഥ ഇതുവരെ തീർന്നിട്ടില്ല. ഒരു സംവാദം കൊണ്ട് ഏതാണ് തീരുമാനം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.